സ്ഥാനാർത്ഥി നിർണയത്തിൽ കടുത്ത അതൃപ്തിയുമായി യൂത്ത് കോൺഗ്രസ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ അർഹിച്ച പ്രാതിനിധ്യം ലഭിച്ചില്ലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഒ.ജെ. ജനീഷ് പറഞ്ഞു. ഭൂതകാലം മറന്ന് നേതാക്കൾ പ്രവർത്തിക്കരുതെന്നും ഒ.ജെ. ജനീഷ് മുന്നറിയിപ്പ് നൽകി. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിൽ പരക്ക തർക്കമാണ്. പലയിടത്തും റിവലുകൾ രംഗത്തെത്തി. ഇതിനിടയിലാണ് കടുത്ത അതൃപ്തി പരസ്യമാക്കി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം നടന്ന റായ്പൂർ സമ്മേളനത്തിൽ ഉൾപ്പെടെ 50% സീറ്റ് യുവാക്കൾക്കായി മാറ്റിവെക്കണമെന്നുള്ളതാണ് അന്നത്തെ തീരുമാനം. പക്ഷേ ഞങ്ങൾ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളുടെയും ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരുടെയും പട്ടിക പ്രത്യേകമായി സംസ്ഥാന APCC കൈമാറുകയും ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ ജില്ലകളിലെ പരിഗണിക്കപ്പെടേണ്ട പേരുകളൊക്കെ DCCയിലേക്കും കൈമാറുകയും ചെയ്തിരുന്നതാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ അതുമായി ബന്ധപ്പെട്ട് വേണ്ട രീതിയിലുള്ള പരിഗണനകൾ ഈ ഘട്ടത്തിലുണ്ടായിട്ടില്ല. ഒരു 10 വർഷക്കാലത്തിനപ്പുറത്തേക്കുള്ള പാർട്ടിയെ കാണണമെന്നുള്ളതിനെ സംബന്ധിച്ചിട്ടാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ 30 വർഷം പുറകിൽ തന്നെ പാർട്ടി നിൽക്കുന്നു എന്നുള്ളൊരു പരാതി യൂത്ത് കോൺഗ്രസ് സഹപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് നിരന്തരമായിട്ടുണ്ടാകും. കോൺഗ്രസ് ദേശീയ സംസ്ഥാന നേതൃത്വങ്ങളെ പരാതി അറിയിച്ചെന്നും ഒ.ജെ. ജനീഷ് പറഞ്ഞു. ദൗർഭാഗ്യവശാൽ ഇന്ന് കേരളത്തിലെ KPCCയുടേതായാലും DCCകളുടേതായാലും നേതൃരംഗത്തിരിക്കുന്ന പലരും മുൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റുമാർ സംസ്ഥാന പ്രസിഡന്റുമാരൊക്കെ തന്നെയാണ്. അവരെല്ലാം ഭൂതകാലം മറക്കുന്നു എന്നുള്ളൊരു പരാതി എനിക്കുണ്ട്. അത് ഞാൻ വ്യക്തിപരമായി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. 21,000-ഓളം വരുന്ന സീറ്റുകളിൽ പരിഗണിക്കപ്പെട്ട യൂത്ത് കോൺഗ്രസ്സുകാരുടെ എണ്ണം പാർട്ടി ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഞങ്ങളുടെ പരാതി ന്യായമാണ് എന്ന് പാർട്ടിക്ക് ബോധ്യപ്പെടും. ഞങ്ങളുടെ സഹപ്രവർത്തകന്മാർ കൊണ്ട തല്ലും അവരനുഭവിച്ച പ്രയാസങ്ങളും അവർ നേരിട്ട് കൊണ്ടിരിക്കുന്ന കേസും അവർ പോയ റിമാൻഡ് കാലാവധിയുടെ എണ്ണവും പരിശോധിച്ചിട്ട് ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് നൽകിയ സീറ്റിൻ്റെ എണ്ണവും കൂടി പരിശോധിച്ചാൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രാതിനിധ്യത്തെ സംബന്ധിച്ച് ഒരു പുനർവിചിന്തനം പാർട്ടി നടത്തേണ്ടതായി വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി കൈമാറിയ ഭാരവാഹികളുടെ പേരുകൾ പോലും പരിഗണിക്കപ്പെട്ടിട്ടില്ല. അതിനാൽ തന്നെ ജില്ലകളിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. KPCC അധ്യക്ഷനെയും ദീപാദാസ് മുൻഷിയെയും കണ്ട ശേഷമാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.